മോനെ കാപ്പി. അവിടെ വെച്ചേക്കമ്മേ. എന്തു പറ്റി മോനെ? അയ്യോ, ചുറ്റിക വെച്ച് അടിച്ചത് മാറി വിരലിൽ കൊണ്ടു. അയ്യോ ഈശ്വര, നോക്കട്ടെ. സാരമില്ല, ചെറിയൊരു ചതവ് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഗിരിയേട്ടാ ഒന്ന് കാണിച്ചേ, ഒന്ന് കാണിക്ക്. ഞാനൊരു നേഴ്സല്ലേ ഗിരിയേട്ടാ. അമ്മ മാറ നോക്കട്ടെ. ഒടിവൊന്നുമില്ല. ആ അമ്മ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് കൊണ്ടുവരുമോ? ഒന്ന് വേഗം കൊണ്ടുപോ അമ്മേ. അയ്യോ, ചോര വരുന്നുണ്ട്. എന്തായി കാണിക്കുന്നേ? പ്രീതി, എന്തായി കാണിക്കുന്നേ? പ്രീതി, മേഡം വിട്. എന്ത് കാര്യത്തിന് എന്നെ അടിച്ചത്? പിന്നെ നീ ചെയ്തേന് ഞാൻ നിന്നെ പൂജിക്കണം. വെറുതെ മനസ്സിൽ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി തെറ്റിദ്ധരിക്കണ്ട. ഗിരിയേട്ടന്റെ കയ്യിൽ ചുറ്റി കൊണ്ട് പരിക്ക് പറ്റി. ഞാൻ അതിനുള്ള ചികിത്സ കൊടുക്കായിരുന്നു. ചികിത്സയൊക്കെ ഞാൻ കണ്ടു, പക്ഷേ അത് എന്റെ ഭർത്താവിന്റെ അടുത്ത് വേണ്ട. ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോഴും ഇത്ര അപമാനം സഹിക്കണമല്ലോ ഭഗവാനെ. അമ്മ കണ്ടതല്ലേ എന്ത് സംഭവിച്ചെന്ന്. ഗിരിയേട്ടൻ ഞാൻ ടേക്ക് കെയർ ചെയ്തത് അത്ര വലിയ തെറ്റാണോ? ഞാൻ നടന്നത് എന്താണെന്ന് കണ്ടില്ല. എന്തായാലും ഗിരിയെ ശുശ്രൂഷിക്കുന്നതിൽ എന്താ മോളെ തെറ്റ്? അതിലൊരു തെറ്റുമില്ല അല്ലേ? ശരി, തെറ്റ് എന്റെ ഭാഗത്താ. സോറി. അങ്ങനങ്ങ് പോയാൽ എങ്ങനെയാ ശരിയാവുന്ന? ഒരു കാര്യമില്ലാതെ എന്നെ അടിച്ചതിന് ആര് സമാധാനം പറയും? എനിക്ക് ഈ കണക്കുകളൊന്നും ബാക്കി വെച്ച് ശീലമില്ല. എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയെ തല്ലാൻ മാത്രം ധൈര്യം നിനക്കുണ്ടോ? അല്ല ഗിരിയേട്ടാ, ഇവളല്ലേ എന്നെ ആദ്യം അടിച്ചത്? അതിനിവള് സോറി പറഞ്ഞല്ലോ. ആ വിഷയം ഇതോടെ വിടുന്നതാണ് നിനക്ക് നല്ലത്. മഞ്ജു, നീ മുറിയിലേക്ക് വെക്കാം. തെറ്റ് പ്രീതിയുടെ ഭാഗത്താണെന്ന് നമുക്ക് അറിയാറുന്നില്ലേ? പിന്നെന്തിനാ ഇവളെ പിന്തുണച്ച് സംസാരിച്ചത്? ഇവളെങ്ങനെ ദേഷ്യപ്പെട്ട് നിങ്ങൾ തമ്മിൽ നടന്നതിനെ കുറിച്ച് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാ. നീ എന്താ എന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയാണോ? അയ്യോ അല്ല ഗിരിയേട്ടാ. പിന്നെന്താടി നിന്റെ ഉദ്ദേശം? മഞ്ജു പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് പറ്റിയ തെറ്റ് അവളെ അറിയിക്കാത്തത്. അതറിഞ്ഞ വിഷമത്തിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് താങ്ങാൻ പറ്റില്ല. പക്ഷെ പ്രസവം കഴിഞ്ഞവൾ ആരോഗ്യം വീണ്ടെടുത്ത ഞാൻ ഉറപ്പായിട്ട് എല്ലാ സത്യങ്ങളും അവളോട് തുറന്നു പറയും. അതിനു മുമ്പ് നീ ഇതെല്ലാം അവളെ അറിയിച്ച് അവൾക്കോ എന്റെ കുഞ്ഞിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പിന്നെ എനിക്ക് മേലും കീഴും നോക്കാനില്ല. നിന്നെ സ്നേഹിക്കുന്നത് മറന്നേക്ക്. നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായി. നമ്മൾ തമ്മിൽ നടന്നതല്ല ആരും അറിയാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. മനസ്സിലായോ? മനസ്സിലായി. മഞ്ജുവിന് വേണ്ടി നിന്നെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയത് കണ്ടോ? അതാ അവനും മഞ്ജുവും തമ്മിലുള്ള സ്നേഹം. ഇനിയും നിനക്ക് അവന്റെ പുറകെ നടക്കണോ? വേണം. മഞ്ജുവിന് കിട്ടുന്ന അതേ സ്നേഹം എനിക്കും കിട്ടണം. അതിനെന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യും. നിന്നെ ഉപദേശിക്കാൻ ശ്രമിച്ച എന്നെ പറഞ്ഞാ മതി.
ചെയ്തത് തെറ്റാണ്. അവള് ചെയ്തതിന് ഒരു ന്യായീകരണവുമില്ല. ഞാനത് അവളോട് പറഞ്ഞു കഴിഞ്ഞു. പ്രീതി പറയുന്നത് കേട്ട് നീ മനസ്സ് വിഷമിപ്പിക്കണ്ട. പ്രീതി മാത്രമല്ലല്ലോ, അമ്മയെ അവളെ പിന്തുണച്ച് തന്നെയല്ലേ സംസാരിച്ചത്. പണ്ട് പ്രീതി എവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് അമ്മയാ. ഇപ്പൊ അമ്മ പോലും അവളെ ന്യായീകരിക്കുന്നുണ്ട്. ഈ വീട്ടിൽ പ്രീതിക്ക് നല്ല സ്വാധീനമുണ്ടെന്ന് അവൾക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവൾ എന്നെ തല്ലാൻ ഓങ്ങിയത്. അവള് നിന്റെ ദേഹത്ത് കൈവച്ചോ? അതിനു മുമ്പ് ഞാൻ തടഞ്ഞില്ലേ? ഇനി നിനക്ക് എന്താ വേണ്ടത്? ഞാൻ അവളെ തല്ലണോ? തല്ലൊന്നും വേണ്ട. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം മതി. അതിന് ഗിരിയണ്ണ പറ്റുമോ? ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഈ വീട്ടിൽ അവൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മഞ്ജു, മഹിമയ്ക്ക് വേണ്ടി. എന്റെ അനിയത്തെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കരുത്. അവൾക്ക് വേണ്ടി നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. മഹിമ എന്റെ അനിയത്യാ. അവളെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. അവളുടെ പേര് പറഞ്ഞ് പ്രീതിയെ ഈ വീട്ടിൽ നിർത്തേണ്ട കാര്യമില്ല. വേറൊരു കാരണവും പറയാനില്ലെങ്കിൽ ഇപ്പൊ തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ. നീ ഇപ്പൊ ഉള്ള ദേഷ്യത്തിൽ വെറുതെ എടുത്തു ചാടി ഓരോന്ന് പറയുന്നത്. പ്രീതി കാരണം മഹിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനൊക്കെ നീ ദുഃഖിക്കും. ഞാൻ ദുഃഖിക്കുന്നുണ്ട്. മഹിമയുടെ കാര്യത്തിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളെ ഓർത്ത്. ഗോപാലിനെ എതിർക്കാൻ അവള് തിരഞ്ഞെടുത്ത വഴി എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് മാത്രമാ ഞാൻ അവളെ എതിർക്കാൻ തുടങ്ങിയത്. ചിലപ്പോ അവള് എന്നെക്കാളും നന്നായി ഗോപാലിനെ തകർക്കുന്നത് കണ്ടതിന്റെ അസൂയ കൊണ്ടാവാം. പക്ഷെ ആ ചിന്ത മനസ്സ് കയറി കൂടിയതുകൊണ്ട് അവള് ചെയ്യുന്നതെല്ലാം ഞാൻ തെറ്റായിട്ട് കാണാൻ തുടങ്ങി. സ്വപ്നയുടെ കാര്യത്തിലും പീതാംബരന്റെ കേസിലും ഒക്കെ അവള് നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കേണ്ടതായിരുന്നു. അവൾ എന്നിൽ നിന്നും അകന്നതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായി. എന്താ മഞ്ജു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ഞാനില്ലേ? വെറുതെ കൂടെ ഉണ്ടായ മാത്രം പോരെ ഗിരിയേട്ടാ. ഭാര്യയും ഭർത്താവും ആവുമ്പോ എല്ലാം പങ്കുവെച്ച് മുന്നോട്ട് പോണം. ഗിരിയേട്ടൻ ഒരു മോശം ഭർത്താവാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ ഗിരിയേട്ടൻ എന്നെ എന്തുമാത്രം മനസ്സിലാക്കുന്ന ഒരു ഭർത്താവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ചിലപ്പോ എന്തൊക്കെയോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ടെന്നും തോന്നും.